അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബാക്കി വന്ന ചോറും ഒരു തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് രുചികരമായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുത്ത് നേരാവാത്തവർക്ക് ഈ വീഡിയോ കണ്ട എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കി വന്ന ചോറ് ആരും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒരു ബൗളിൽ അളന്നെടുത്തിട്ടാണ് കേട്ടോ ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്ത് 4 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചോറെടുത്ത പാത്രത്തിൽ തന്നെ ഒരു പാത്രം വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് അരക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കറക്റ്റ് വെള്ളത്തിനാണ് കേട്ടോ ഞാൻ അളവൊക്കെ പറഞ്ഞു തരുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരിക. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടത് നല്ല പേസ്റ്റ് പോലെ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി ബാക്കി ആ ബൗളിലുള്ള വെള്ളം തന്നെ നമ്മൾ ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറ് നല്ലോണം കഴുകി ഇതുപോലെ ഒഴിച്ചെടുക്കുന്നുണ്ട്. ആ വെള്ളം തന്നെയാണ് കേട്ടോ മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ബൗള് വെള്ളം, ഒരു ബൗള് ചോറിന് ഒരു ബൗള് വെള്ളം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ ഗോതമ്പ് പൊടിയാണ് നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിതാ 2 കപ്പ് അതേ ബൗളിൽ 2 ബൗള് ഗോതമ്പ് പൊടിയാണ്, ഒരു ബൗളിൽ 2 ബൗള് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ചോറ് ഒരു ബൗൾ എടുക്കുമ്പോൾ 2 ബൗള് ഗോതമ്പ് പൊടി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇട്ടിട്ട് നമുക്കൊന്ന് ആദ്യം വിസ്ക് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. കറക്റ്റ് വെള്ളം വേണം കേട്ടോ. അതിനാണ് ഞാനിത് കറക്റ്റ് വെള്ളം പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം ഒരു ബൗള് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബൗള് കൂടി വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ടകളില്ലാണ്ട് ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കുക. കൂടുതൽ വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ടകളില്ലാണ്ട് മിക്സാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ കൂടി വെള്ളം വേണം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 3 ബൗൾ വെള്ളമാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ഒഴിച്ചു കൊടുത്തു. മൂന്നാമത്തത് മൊത്തത്തിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി. ഇനി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഉപ്പ് കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററിൻ്റെ പരുവ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് നമ്മൾ ഇരിക്കുന്നത്. ദോശമാവ് പോലെയാണ്. ദോശമാവെന്ന് കുറച്ച് തിക്കിലാണ് കേട്ടോ ഇരിക്കുന്നത്. കൂടുതൽ വെള്ളം ആവരുത്. നമ്മൾ ഒരു ബൗള് ചോറും 2 ബൗള് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ 3 ബൗൾ. അപ്പോൾ അതേപോലെ 3 ബൗൾ വെള്ളമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇനി നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും തൂവി കൊടുക്കണ്ട. ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലോണം മിക്സാക്കിയിട്ട് ഒരു തവി എടുക്കുക. എന്നിട്ട് നല്ല കനം കുറച്ച് തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. എണ്ണ തൂവി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈമേൽ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റില്ല. എണ്ണ ഇല്ലാണ്ട് ആദ്യം പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മെലിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ മേലെ ഒന്ന് എണ്ണ തൂവി കൊടുക്കുക. ഇതുപോലെ തൂവിയെടുത്താൽ മതി. ഇത് എളുപ്പത്തിൽ മെലിഞ്ഞ് വരും. നല്ലോണം ഒന്ന് മെലിഞ്ഞ് വരട്ടെ. എന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് എത്രണ്ട് കനം കുറഞ്ഞിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതിൽക്കൊരു തേങ്ങാ ചട്നി ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഏത് ചട്നി, ടൊമാറ്റോ ചട്നി ആയാലും കുഴപ്പമില്ല. തേങ്ങാ ചട്നിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മെലിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല കനം കുറച്ചിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്കിതുപോലെ ചെയ്യണം. ആദ്യം നമ്മൾ പാന് നമ്മൾ ഫ്ലെയിം നമുക്ക് പറ്റ കുറച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു തവി എടുക്കുക. എന്നിട്ട് എണ്ണ തൂവി കൊടുക്കരുത്. ഒരു തവി എടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇതുപോലെ കനം കുറച്ച് ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ.
ഫ്ലെയിം കൂട്ടിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുമൊക്കെ ഒട്ടിപ്പിടിച്ച് നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റില്ല. ഇനി ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ഇപ്പോൾ അതാ നമ്മൾ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പം മെലിഞ്ഞ് വന്നപ്പോൾ നമ്മൾ എണ്ണ തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതാ മെലിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ടെടുക്കാം. നിങ്ങൾക്കിനി നല്ല ക്രിസ്പി ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. കണ്ടല്ലോ നമ്മുടെ ദോശ എത്ര കനം കുറച്ചാണ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഒന്നും കൂടി ഒന്ന് പരത്തി കാണിക്കാം. ഇപ്പോൾ ഇതാ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതാ ഇതുപോലെ പരത്തിയെടുക്കാം. നല്ല കനം കുറച്ച് നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. വെള്ളമൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ ഇനി എത്ര ഈസിയാണ് അല്ലേ. നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. ഇനി രാവിലെ എന്തുണ്ടാക്കുന്നുള്ള ബേജാറേ വേണ്ട. ഇപ്പോൾ ഇതാ കണ്ടല്ലോ നല്ല കനം കുറച്ചാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഞാനിത് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ള ഇത് കാണിച്ചു തരാം. ഒന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമ്മളിത് ചോറ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് ആർക്കും മനസ്സിലാവില്ല. മിണുമിണുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. കണ്ടല്ലോ ഇതാ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് 6 പേർക്ക് കഴിക്കാനുള്ള ദോശ ഉണ്ടാവും. ഈ അളവിന് നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എല്ലാ അളവും എടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.